മനുഷ്യനെ ഉന്മത്തനാക്കുന്നത്, മനുഷ്യനെ റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജീവിതത്തിൽ നിന്ന് തെറ്റിക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? സുഖങ്ങൾ കൂടുമ്പോഴാണ്. സുഖം കൂടുമ്പോൾ അള്ളാഹു അങ്ങനെ മറക്കും. അതിൻ്റെ തഫ്സീർ തേടി പോകേണ്ടതൊന്നുമില്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മതി. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള കാലത്തുള്ള ജീവിതവും ഇത്തിരി പച്ച പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ സമീപനവുമൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, പണവും ഡോളറും ഗൾഫിൻ്റെതായ വരുമാനങ്ങളും ഉണ്ടായപ്പോൾ ഒരു കാലത്ത് മതാധ്യാപനങ്ങളെ നെഞ്ചേറ്റിയിരുന്ന നമ്മുടെ സമുദായത്തിലെ മെമ്പർമാർ ഇന്നതിനെ ധിക്കാരത്തോടുകൂടെ വെല്ലുവിളിച്ച്, ഞങ്ങളുടെ പണമാനട, ഞങ്ങളുടെ സമ്പത്താനട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു തോന്നിവാസം കാണിച്ചുകൊണ്ട് ധിക്കാരം കാണിക്കാൻ നിമിത്തമായ ഏക സംഗതി എന്താണെന്നറിയോ? ഈ പണം, ഈ സൗകര്യങ്ങൾ. അതാ മുത്തു മുസ്തഫ സഹാബത്തിനോട് മുന്നറിയിപ്പ് കൊടുത്തു, സഹാബിമാരെ, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ. അതിനർത്ഥം നിങ്ങൾ ദാരിദ്ര്യം വരുമോ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് പേടിയല്ല, നിങ്ങൾ ദരിദ്രരായി പോകുന്നതിലല്ല എനിക്ക് പേടി, മറിച്ച് നിങ്ങൾക്ക് ദുന്യാവ് വിശാലമാക്കി അള്ളാഹ് അങ്ങോട്ട് തരുന്നതിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പേടിക്കുന്നത്. അങ്ങനെ കിട്ടിയാലോ മുൻഗാമികളായ സമുദായങ്ങൾ നശിച്ചു പോയതുപോലെ നിങ്ങളും നശിക്കും. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനും നിങ്ങളൊക്കെ പഠിക്കേണ്ട പാടാണ്. സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ പടച്ചോനെ മറന്ന് കളിക്കും. സമ്പത്തും എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മൾ വിചാരിച്ചതിനൊക്കെ നമ്മളെ കയ്യിൽ പണം ഉണ്ട് എന്ന് കണ്ട അള്ളാഹിന്റെ നിയമങ്ങളാണ് കാറ്റിൽ പറത്തുക. ആരെങ്കിലും ചോദ്യം ചെയ്താൽ വരെ, ചോദ്യം ചെയ്യൊന്നും വേണ്ട, നസീഹത്തോടെ ഉപദേശിച്ചാൽ വരെ ഓടാന്റെ പണിയാക്കിയിട്ട് ഇത് എന്റെ മുതലാന്നറിയും, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും. കണ്ടോ? വലാകിൻ മത്തഅതഹും വആബാഹും ഹത്താ നസു ദിക്റ വകാനൂ ഖൗമൻ ബൂറാ. ഖുർആൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നന്നാകാൻ. അതാ ഖുർആൻ ശ്രദ്ധയോടെ വായിക്കണം എന്ന് പറയും. നമ്മൾ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോന്ന് വേറെ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ആരെയും പരിശോധിക്കണ്ട. ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ ചിന്തിക്കുക, ഇപ്പറഞ്ഞ ആ പട്ടികയിൽ ഞാനുണ്ടോ? ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഭയത്തോടെ ഭക്തിയോടെ വീക്ഷിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തിരുന്ന ആയിരങ്ങൾ ഇന്ന് പണക്കൊഴുപ്പ് കിട്ടിയപ്പോ, ഇത്തിരി പച്ച പിടിച്ചപ്പോ എല്ലാം മറന്നു. ധിക്കാരത്തിന്റെ വാക്കുകൾ വരെ പറയാൻ തുടങ്ങി. അള്ളാഹിനെ വെല്ലുവിളിക്കുന്നു, റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. മുസ്ലിമീങ്ങളാണ് അതിൽ മുമ്പിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. നമ്മുടെ ഓരോ ആഘോഷങ്ങളും, നമ്മുടെ ഓരോ വിശ്വാസങ്ങളും, നമ്മുടെ ഓരോ നടപടിക്രമങ്ങളും, നമ്മുടെ വിവാഹ മേഖലകളും, നമ്മുടേതായ ബർത്ത്ഡേ പാർട്ടികളും, നമ്മുടേതായ വെഡ്ഡിംഗ് പാർട്ടികളും, നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളും, അതേപോലെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങൾ എല്ലാം അവിടെ മുസ്ലിം അവന്റെ ഐഡന്റിറ്റിയാണ് മറക്കാണ്. ഒക്കെ കാരണം എന്താണ്? പൈസ ഉണ്ട് കയ്യിൽ, എന്തോ എനിക്ക് ചെയ്യാം, പറയണവനോടെ പറഞ്ഞോട്ടെ, ഞാൻ വക വെക്കൂല. ഇത് നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം.